ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ. ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. +2 ഇംഗ്ലീഷിൽ ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്താണ് എന്നല്ലേ, എന്താണ് ഡ്രഗ് അബ്യൂസിൻ്റെ സൈഡ് എഫക്റ്റുകൾ, അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ, കോസസ് എന്തെല്ലാമാണ്, ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു എസ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ റൈറ്റപ്പ് ആയിട്ടോ സെമിനാറായിട്ടോ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് പഠിച്ചെടുക്കാം. ഇത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോവരുത്. തീർച്ചയായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഡ്രഗ് അബ്യൂസ് എന്നത്? ഡ്രഗ് അബ്യൂസ് refer to the excessive and harmful use of substances like alcohol, prescription medications or illegal drugs. ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗമാണ്. ചിലപ്പോഴത് ആൽക്കഹോൾ പോലെയുള്ള പദാർത്ഥങ്ങളായിരിക്കും, ചിലപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ നിയമപരമല്ലാതെ ലഭിക്കുന്ന മരുന്നുകളായിരിക്കും, ലഹരി മരുന്നുകളായിരിക്കാം. ഇറ്റ് ക്യാൻ ഹാവ് ഡിവാസ്റ്റേറ്റിംഗ് കോൺസിക്വൻസസ്. ഈ മരുന്നുകൾക്ക് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഡിവാസ്റ്റേറ്റിംഗ് കോൺസിക്വൻസസ് ഓൺ ഇൻഡിവിജ്വൽ, ഫാമിലീസ് ആൻഡ് സൊസൈറ്റി. ആ ഫലങ്ങൾ എന്നത് സമൂഹത്തിലും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ആയിരിക്കാം. വാട്ട് ആർ ദ കോസസ് ഓഫ് ഡ്രഗ് അബ്യൂസ്? ഡ്രഗ് അബ്യൂസിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ക്ലാസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. നോക്കാം എന്തെല്ലാമാണ് കോസസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഫസ്റ്റ് വൺ, പീർ പ്രഷറാണ്. സമപ്രായക്കാരായ വ്യക്തികളിൽ നിന്നുള്ള പ്രഷർ. Especially among teenagers, the need to fit in can lead to experimentation. കൗമാരപ്രായത്തിലുള്ളവർ, അവരിൽ സമപ്രായക്കാരായ ആളുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാവും. പലപ്പോഴും അതൊരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായിരിക്കും ലഹരി ഉപയോഗിച്ച് തുടങ്ങുക. സെക്കൻഡ് കോസ്, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. സ്ട്രെസ്സും ആങ്സൈറ്റി, മാനസിക സമ്മർദ്ദം ആണ്. പീപ്പിൾ മേ യൂസ് ഡ്രഗ് ടു എസ്കേപ്പ് പ്രോബ്ലം. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് സ്ട്രെസ്സോ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസോ ഒക്കെ ആയിരിക്കാം. തേർഡ്, ക്യൂരിയോസിറ്റിയാണ്, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ. ആകാംക്ഷയുടെ പുറത്ത്, എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ പുറത്ത് ഉപയോഗിക്കുക. ക്യൂരിയോസിറ്റി അബൌട്ട് ദ എഫക്റ്റ് ഓഫ് ഡ്രഗ് മേ ലീഡ് സം ടു ട്രൈ ദം. ആകാംക്ഷയുടെ പുറത്താണ് പലപ്പോഴും ചില ആളുകൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഫോർത്ത്, ജെനറ്റിക് ആണ്, ഓർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ജനിതകപരമായിട്ടുള്ള അല്ലെങ്കിൽ പാരിസ്ഥിതികപരമായിട്ടുള്ള ഘടകങ്ങൾ കാരണമാണ്. എ ഫാമിലി ഹിസ്റ്ററി ഓഫ് അഡിക്ഷൻ ക്യാൻ എക്സ്പോഷർ ടു ഡ്രഗ് ഇൻ വൺസ് എൻവയോൺമെൻറ്റ് ഇൻക്രീസ് ദ റിസ്ക്. ലഹരി ഉപയോഗിക്കുന്ന ശീലമുള്ള അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരു ചരിത്രമുള്ള ഫാമിലിയാണെങ്കിൽ ആ ചുറ്റുപാട് അവനിൽ ലഹരി ഉപയോഗിക്കാൻ പ്രേരണയുണ്ടാക്കുമെന്നാണ്. ഫിഫ്ത്ത്, അഞ്ചാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് അവെയർനെസ് ആണ്. തിരിച്ചറിവില്ലാത്തത്, ഇതിനെക്കുറിച്ചുള്ള ബോധമില്ലാത്തത്, ദോഷഫലങ്ങളെക്കുറിച്ച്. മിസ്കൺസെപ്ഷൻ അബൌട്ട് ദ റിസ്ക് ഓഫ് ഡ്രഗ് യൂസ് ക്യാൻ ലീഡ് ടു അബ്യൂസ്. ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് അതിലേക്ക് നയിക്കാമെന്ന്. സിക്സ്ത്, അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്. അഞ്ചാമത്തെ ഘടകം ലഹരിയുടെ അല്ലെങ്കിൽ ഇത്തരം മരുന്നുകളുടെ ലഭ്യതയാണ്. ഈസി ആക്സസ് ടു ദ ഡ്രഗ് ടു സർട്ടൻ കമ്മ്യൂണിറ്റി ക്യാൻ ഇൻക്രീസ് അബ്യൂസ് റേറ്റ്സ്. ദുരുപയോഗം വളരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചില സമൂഹങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇത്തരം പദാർത്ഥങ്ങൾ ലഭ്യമാവുന്നു എന്നുള്ളതാണ്. സെവൻത്ത്, ഏഴാമത്തെ ഘടകം എന്നുള്ളത് ട്രോമയാണ്, മാനസിക ആഘാതമാണ്. Past physical, emotional or psychological trauma may push individual to seek solace in drug.
പണ്ട് ഭൂതകാലത്ത് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മാനസിക ശാരീരിക വൈകാരികമായ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചില ആളുകൾ ചിലപ്പോൾ ഇത്തരം ലഹരികളിൽ അഭയം തേടിയേക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എഫക്റ്റ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക ഇവ ഉപയോഗിച്ചാൽ എന്നാണ്. ഫസ്റ്റ് വൺ ഫിസിക്കൽ എഫക്റ്റ് ആണ്. ശാരീരികമായിട്ടുള്ള എഫക്റ്റുകൾ ഏതൊക്കെയാണ്? ഡാമേജ് ടു ഓർഗൻസ് സച്ച് ആസ് ലിവർ, ഹാർട്ട് ആൻഡ് ബ്രെയിൻ. ലിവറിനെയും ബ്രെയിനിനെയും ഹാർട്ടിനെയും ഇത് ബാധിക്കും. ഇവയെ കേടുവരുത്തും. ഇത്തരം ആന്തരിക അവയവങ്ങളെ ഇവ നശിപ്പിക്കും. വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഇല്ലാതാവും. റിസ്ക് ഓഫ് ഓവർ ഡോസിങ് വിച്ച് ക്യാൻ ലീഡ് ടു ഡെത്ത്. അമിതമായ ഉപയോഗം നമ്മളെ മരണത്തിലേക്ക് നയിക്കും. അഡിക്ഷൻ കോസസ് എ ഫിസിക്കൽ ഡിപ്പെൻഡൻസി ആൻഡ് വിഡ്രോവൽ സിംറ്റം. ലഹരി ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരം മരുന്നുകളില്ലാതെ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കാതെ വരുന്ന അവസ്ഥയിലേക്ക് നയിക്കും. നെക്സ്റ്റ് മെൻ്റൽ കോസ്, മാനസികമായ എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ആങ്സൈറ്റി, ഡിപ്രഷൻ, പാരാനോയിക് തുടങ്ങിയവ ഉണ്ടാകും. അമിതമായ ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, സ്വബോധത്തോടുകൂടി അല്ലാത്ത പ്രവർത്തനങ്ങൾ എന്നിവയുണ്ടാകും. കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആൻഡ് മെമ്മറി ഇഷ്യൂസ്, ഓർമ്മക്കുറിവ് സംഭവിക്കുക, ലോജിക് കപ്പാസിറ്റി നഷ്ടപ്പെടുക, റീസണിങ് ഫാക്കൽറ്റി ഇല്ലാതാവുക. ഇൻക്രീസ് റിസ്ക് ഓഫ് മെൻ്റൽ ഡിസോർഡർ, മാനസിക ഇംബാലൻസിലേക്ക്, മെൻ്റൽ ഇംബാലൻസിലേക്ക്, മാനസികമായ അസുഖങ്ങളിലേക്ക് നയിച്ചേക്കാം. നെക്സ്റ്റ് സോഷ്യൽ എഫക്റ്റ്, സാമൂഹികമായിട്ടുണ്ടാവുന്ന പരിണിത ഫലങ്ങൾ എന്തെല്ലാം? സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള കാരണമായിരിക്കും. ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി, തൊഴിൽ നഷ്ടപ്പെടാനുള്ള കാരണമായി തീരാം. അതുപോലെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ നയിക്കാം. ഇൻക്രീസ്ഡ് ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് ഇല്ലീഗൽ ഇഷ്യൂസ്, ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മളെ നയിച്ചേക്കാം. ലാസ്റ്റ് വൺ സോഷ്യൽ എഫക്റ്റ് എന്താണ്? ഓവർ ബേർഡൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റംസ്, സാമൂഹികമായി പശ്ചാത്തലം പറഞ്ഞാൽ ആരോഗ്യ മേഖല അമിതമായ സമ്മർദ്ദത്തിലേക്ക് ചെന്നുവിടും. റൈസിംഗ് ക്രൈം റേറ്റ്, സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളുടെ അളവ് വർദ്ധിക്കും. എക്കണോമിക് കോസ്റ്റ് ഡ്യൂ ടു ലോസ്റ്റ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ്, സാമ്പത്തിക പ്രവർത്തന മേഖല അല്ലെങ്കിൽ സാമ്പത്തിക പ്രക്രിയകൾ, വാണിജ്യ സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ വലിയ തോതിലുള്ള നഷ്ടത്തിലേക്ക് എത്തിച്ചേരും. ഉൽപാദന മേഖല ഇല്ലാതായി മാറും എന്നുള്ളതൊക്കെയാണ്. വാട്ട് ആർ ദ സൊല്യൂഷൻ ടു ഡ്രഗ് അബ്യൂസ്? ഈ ഡ്രഗ് അബ്യൂസിൻ്റെ ഫലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് എന്ന് തന്നെ, ആളുകളെ, സമൂഹത്തെ, വ്യക്തികളെയൊക്കെ ബോധവൽക്കരിക്കുക. പ്രൊമോട്ട് നോളജ് അബൌട്ട് ദ ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് എസ്പെഷ്യലി എമംഗ് യൂത്ത്, യുവജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും എന്നാണ് പറയുന്നത്, സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. സെക്കൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ്, പുനരധിവാസ പ്രക്രിയകളാണ്. പ്രൊവൈഡ് ആക്സസ് ടു കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി ഫോർ ദോസ് സ്ട്രഗിളിംഗ് വിത്ത് അഡിക്ഷൻ, ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾക്ക് അതിൽ നിന്ന് മോചനം നേടാൻ ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങുകളും തെറാപ്പികളും ലഭ്യമാക്കുക എന്നാണ്. തേർഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്, സമുദായത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം ഇവരെ ഇത്തരം ശീലങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ. എൻകറേജ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് കീപ് ഇൻഡിവിജ്വൽ എൻഗേജ്ഡ് ആൻഡ് അവേ ഫ്രം ഡ്രഗ്സ്, വ്യക്തികളെ ഡ്രഗ് അബ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അഡിക്ഷനിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കൂടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഉണ്ടാവണം. ഫോർത്ത് സ്ട്രിഞ്ചന്റ് ലോസ്, എൻഫോഴ്സ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഓൺ ഡ്രഗ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസ്, മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതിനെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവുക, നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഫിഫ്ത്ത് ഫാമിലി ഇൻവോൾവ്മെൻറ്റ്, കുടുംബത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ഇടപെടലുകൾ ഉണ്ടാവുക. ഫാമിലി ഷുഡ് ബി പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദോസ് അഫക്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ ലഹരിയിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണവും സഹായവും കുടുംബത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ്. സിക്സ്ത് പോയിന്റ് മെൻ്റൽ ഹെൽത്ത് സർവീസ്, മാനസിക ആരോഗ്യ സേവനങ്ങൾ എന്നാണ്.
അഡ്രസ് അണ്ടർലൈയിങ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ദാറ്റ് മേ ലീഡ് ടു ഡ്രഗ് അബ്യൂസ്. ലഹരിയുടെ ദുരുപയോഗം അല്ലെങ്കിൽ മരുന്നുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയും അത് മാനസിക ശാരീരികമായ പ്രശ്നങ്ങളിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് സർവീസുകൾ ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡ്രഗ് അബ്യൂസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. എന്താണ് അതിന് കാരണം എന്താണ്, അതിൻ്റെ എഫക്റ്റുകൾ എന്താണ്, അതിനുള്ള റെമഡി സൊല്യൂഷനുകൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞു. പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് എസ്സേ ചോദിക്കുമ്പോൾ, സെമിനാർ ചോദിക്കുമ്പോൾ നമുക്കതിനെ വിശദീകരിച്ച് എഴുതാൻ പറ്റും. അതല്ല പോയിന്റ്സ് ചോദിക്കാൻ ചിലപ്പോൾ ഷോർട്ട് പാരഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഷോർട്ട് പാരഗ്രാഫ് ആക്കി എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഡിബേറ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്കിതിനെ പോയിന്റ്സ് ആക്കി എഴുതിയാൽ മതി. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഇത് തീർച്ചയായും പഠിച്ച് എല്ലാവരും തയ്യാറായി പോവുക. മാർക്ക് ഷുവറായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. വീണ്ടും പുതിയൊരു അധ്യായവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.